നിലമ്പൂർ ബൈ ഇലക്ഷനോടുകൂടി കേരളത്തിൽ 6 മാസം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞ് വരാൻ ഇരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ആ ഇലക്ഷൻ റിസൾട്ട് നിങ്ങൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പ്രകാരം LDF മുൻതൂക്കം ഉണ്ടായിരുന്നു. പല വീഡിയോയിലും കാണുന്നത്. ആ മുൻതൂക്കത്തിന് വല്ല ഇത് സ്വാധീനം ചെലുത്തുമോ ഇന്നലത്തെ ആ ഒരു ഇലക്ഷൻ റിസൾട്ട്? നിങ്ങളെ അഭിപ്രായം എന്താ? രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഒരു നിരീക്ഷകൻ എന്ന അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലമ്പൂര് ഇലക്ഷന്റെ ഫലം വെച്ചിട്ട് കാര്യമായിട്ട് മാറ്റം വരുത്തില്ല. അല്ലാതെ അല്പം വിഷയങ്ങൾ വേറെ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്. എക്സാമ്പിളും ഇവിടെ പുതിയ ഗവർണർ വന്നില്ലേ, അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, അതിനെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ, അതോടൊപ്പം തന്നെ ഈ നിലമ്പൂര് ഇലക്ഷൻ വരെ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇത്രയും കാലം വരെ ഇല്ലാത്ത BJPയുടെ ഒരു സമീപനം ഇടുന്നു. അതിന് വിരുദ്ധമായിട്ട് ഒരു ആക്രമണോത്സുകത BJPയിൽ നിന്ന് പ്രകടമാവുന്നുണ്ട്. മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് LDFും BJPയും തമ്മിൽ തന്നെ ഒരു 30ഓളം മണ്ഡലങ്ങളിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ സാധാരണ UDF LDF തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒപ്പം തന്നെ BJPയും കൂടി മത്സരരംഗത്തേക്ക് വരുന്നൊരു സ്ഥിതി വരുന്നു. അത് നമ്മുടെ പാലക്കാട് ജില്ല ഈ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കാസർഗോഡ് നമ്മളറിയാലോ, ഇപ്പോൾ 2 ജില്ലയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം കംപ്ലീറ്റ് LDF UDF തമ്മിലുള്ള മത്സരം. അപ്പോൾ കാര്യമായിട്ട് അവിടെ വിഷയം വരുന്നില്ല. ഒരു ഇത്ര സീറ്റിൽ LDFും ഇത്ര സീറ്റിൽ UDFും ജയിക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള പോലെ തന്നെ കിടക്കുന്ന അവസ്ഥ. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളത്ത് കാര്യമായിട്ടൊരു വരുന്നില്ല. പിന്നെ ഈ എന്താ പറയുക, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, അതോടൊപ്പം തന്നെ ഈ കോട്ടയം അടക്കം. ഇടുക്കിയിൽ അത്ര വലിയ അഭ്യാസം നടക്കില്ല. പക്ഷേ ഈ ജില്ലകളിൽ BJP എന്താ പറയുക, ശക്തമായ നീക്കങ്ങൾ, മൂവ്മെന്റുകളാണ് നടക്കുക. ആർക്കെതിരെ? അങ്ങനെയല്ല, അവര് ജയിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഏവറേജ് ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ 2-3 സീറ്റ് ഒരു പക്ഷേ UDF, 2 സീറ്റ് LDF, അങ്ങനെയാണ് ചാൻസ്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ണൂര് ഒരു 4 സീറ്റ് വരെ UDF കിട്ടാം. അത് വിട്ട പിന്നെ കോഴിക്കോടൊക്കെ ചെറിയൊരു എഡ്ജ് UDFനാണ്. പിന്നെ പാലക്കാട് മുതലാണ് LDFനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ ഈ പാലക്കാടും തൃശ്ശൂരും അതുപോലെ എറണാകുളം ജില്ല UDFന് അനുകൂലമായിട്ട് മാറും. പിന്നെ ഈ ആലപ്പുഴ, ഈ തിരുവനന്തപുരം, കൊല്ലം, ഈ ജില്ലകളിലാണ് BJPയുടെ ശക്തി വരുന്നത്. BJP ഒരു നമ്മുടെ കണക്കിലൊരു 30 സീറ്റിലെങ്കിലും ത്രികോണ മത്സരം, അടുത്ത മത്സരം വരുന്നു. ഈ 30 സീറ്റ് വരുന്നതിൽ ഫലത്തെ സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെയല്ല, ഇടതുപക്ഷം ജയിച്ച മണ്ഡലങ്ങളാണ് വരുന്നത്. ഇതില് മെയിൻ പോയിന്റ് നിൽക്കുന്നത് അതാണ്. മറ്റേന്ന് പറഞ്ഞാൽ UDFന്റെ മണ്ഡലങ്ങൾ ഉപരിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ തൃശ്ശൂർ തന്നെ നമ്മൾ നോക്കിയറിയുന്നത് ഇപ്പോൾ LDF ജയിച്ച് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ഇതോടൊപ്പം നമ്മൾ ആലപ്പുഴ ജില്ല നോക്കിയാലും കൊല്ലം ജില്ല നോക്കിയാലും തിരുവനന്തപുരം, അവിടെ LDF ജയിച്ച് നിൽക്കുന്ന മണ്ഡലത്തിലാണ് BJPയുടെ സ്ട്രെങ്ത് വരുന്നത്. ആ ഒരു അവസരം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDFന്റെ വോട്ടുകളിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം, അവിടെ ആരിഫോടെ ശരിക്കും വന്നു കഴിഞ്ഞാൽ വളരെ ബാക്കിലേക്ക് പോയി. കണ്ണൂർ, അതുപോലെ പല മണ്ഡലങ്ങളിലും നമ്മൾ ആലോചിച്ച BJPയുടെ വോട്ടുകൾ LDFന്റെ വോട്ടിനെ ബാധിച്ചിട്ടുണ്ട്. നിലമ്പൂരത്തെ അവസ്ഥയല്ല നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു സ്ഥിതി വരുമ്പോൾ ഈ BJPയുമായി ശക്തമായൊരു പോട്ടിയിലേക്ക് വരികയാണെങ്കിൽ LDFന്റെ സാധ്യതയ്ക്ക് മങ്ങലേൽക്കുന്നുള്ളതാണ് പുതിയ ഗവർണറുടെ വരവും അദ്ദേഹത്തിന്റെ നീക്കങ്ങളിലും വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഈ പുതിയ ഗവർണറുടെ നീക്കങ്ങള് നിങ്ങളെ ഒരു വ്യൂവിൽ എങ്ങനെ ഇരിക്കും? അല്ല, ആള് പറഞ്ഞത് 100% തെറ്റാണ്. ഇത് ഗവർണർ ചെയ്യുന്ന കാര്യം തെറ്റാണ്, അതിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ പക്ഷേ ഗവർണർക്കൊരു ടാർഗറ്റും ലക്ഷ്യമുണ്ട്. ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരായിട്ട് ഇനി എന്തില്ല, സഹകരണമില്ല. അങ്ങനെയല്ല, ഇനി ഇടതുപക്ഷത്തിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശബരിമലയിലൊക്കെ സ്ത്രീകളെ കയറ്റി വിഷയം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP വോട്ടുകൾ ഇടതുപക്ഷത്തിന് എതിരെ വരേണ്ടതായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. കാരണം പല സ്ഥലത്തും ഇടതുപക്ഷത്തിന് BJP വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുമ്പൊരു സംസാരം നടത്തിയിരുന്നു. ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കണ്ടതൊന്നുമല്ല കാഴ്ച, ഇനി മഴ വരാനുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ വരാനുണ്ട്, അപ്പോൾ ഇതിനെ നേരിടാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടാവില്ല, അത് ഫലത്തെ സ്വാധീനിക്കും എന്നുള്ളൊരു വാക്ക് പ്രസ്താവന ആര് നടത്തി? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ ജനങ്ങളും മാധ്യമങ്ങളൊക്കെ അതിനെ ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു. ഒരു പ്രകൃതി ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇനി വരുന്ന ഇലക്ഷനിലേക്ക് നിലവിലുള്ള സർക്കാർ ഇപ്പോ വീട്ടമ്മമാർക്കുള്ള ഒരു പെൻഷൻ, അതാണ് അടുത്ത തുരുപ്പ് ചീട്ട്, അതിറക്കി കഴിഞ്ഞാൽ ഈ സ്വാധീനങ്ങളൊക്കെ ഈ ഫലത്തിനെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെ അതെന്തല്ലേ നമ്മളെ ഓരോ വീട്ടമ്മമാർക്കും 2500 രൂപ പെൻഷൻ പ്രഖ്യാപിക്കില്ല. ഇവിടെ വിഷയം എന്താണെന്ന് ശരിക്കും അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് ശരിക്കും രാഷ്ട്രീയ പോരാട്ടം വരികയാണ്. എന്താ കാരണം എന്നറിയോ? UDF നിന്നും നിലനിൽപ്പില്ല. ഇത് ഇപ്പൊ നമുക്കറിയാം, നിലമ്പൂർ ഇലക്ഷൻ UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നിലംപരിശായി അല്ല UDF വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ഭരണം കിട്ടിയില്ലെങ്കിൽ UDF നിലനിൽപ്പില്ല, ലീഗിനും നിലനിൽപ്പില്ല. അതുകൊണ്ട് എന്ത് തന്നെയാലും ഒരു മരിക്കാൻ പോവാന്ന് പറയുമ്പോൾ കിട്ടുന്ന കച്ചിത്തുരുമ്പ് കയറി പിടിക്കുന്നു. അതുകൊണ്ട് UDF അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ എന്ത് തന്നെയാലും ഭരണം പിടിക്കുക എന്നുള്ള രീതിയിലുള്ള സന്നാഹം എടുത്തുള്ള ഒരു അഭ്യാസമായിരിക്കും. അതേ അവസ്ഥ തന്നെ BJP സംബന്ധിച്ചിടത്തോളം അവര് പൊതുവെ ഈ കേന്ദ്രത്തിൽ ഇനിയിപ്പോ കോൺഗ്രസ് വരാനുള്ളൊരു സാധ്യതയില്ല. ആ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് ഇവിടെ വന്നു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് BJP എന്നുള്ള ഒരു വിഷയമുള്ള കാര്യമില്ല. ഇനിയിപ്പോ കോൺഗ്രസ് കേന്ദ്രത്തിൽ വരാനുള്ള താൽക്കാലിക ചാൻസ് കാണാനില്ല. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ സ്വാധീന മേഖല ഇപ്പം കേരള അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ അധികാരം കിട്ടിയെങ്കിലും BJP എന്നുള്ള വിഷയമുള്ള കാര്യമില്ല. അതിന്റെ ബേസിൽ അവര് ഇവിടെ ഇടതുപക്ഷനെ സപ്പോർട്ട് ചെയ്യും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ആ സാധ്യത ഇല്ല എന്നാണ് ഈ ഗവർണറുമായിട്ടുള്ള നീക്കങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക്. മാത്രമല്ല പുതിയ പ്രസിഡന്റ് ഒന്നുമില്ല BJPയുടെ, അദ്ദേഹത്തിന് ഒരിക്കലും ആളെ ഇടതുപക്ഷമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് BJP നമ്മുടെ കണക്ക് പ്രകാരം ഒരു 90 മണ്ഡലത്തില് BJPക്ക് മത്സരിക്കാൻ പറ്റും. മത്സരിക്കാൻ പറ്റുന്നതിൽ ഒരു 60 മണ്ഡലത്തില് അവർക്ക് ഒരു 30,000 വോട്ടിന്റെ മുകളിൽ പിടിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ ഒരു 30 മണ്ഡലങ്ങളില് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. 30 മണ്ഡലം. ഈ 30 അല്ലല്ല, അത് കേക്ക്, ഈ 30 മണ്ഡലത്തില് ശരിക്കും ജയിക്കും എന്ന ഒരു കാരണം നമ്മളൊരു 45,000 വോട്ടില്ലേ, 45,000 വോട്ട്, 50,000 വോട്ട്, 40,000 വോട്ട് റേഞ്ചിൽ നിൽക്കുന്ന 30 മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലം നമ്മൾ കണക്ക് നോക്കിയാൽ അത് ഇടതുപക്ഷ മുന്നണിയുമായി നേരിട്ട് പോരാട്ടം നടത്തുന്ന മണ്ഡലങ്ങളാണ്. ഇവിടെയാണ് പോയിന്റ്. UDF ആയിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങൾ കുറവ്. അതെന്താ കാണിച്ചാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലൊക്കെ ഇടതുപക്ഷമാണ് ജയിച്ചു നിൽക്കുന്നത്. അപ്പൊ ആ ജില്ലകളിലാണ് ഈ ജില്ലകളിലാണ് BJP വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സീറ്റാണ് എന്തുണ്ടാവുന്നത്, അവിടെ കുറയ്ക്കൽ വരുന്നത്. ആ ഒരു സാധ്യത നിലവിൽ UDF. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ വടക്കൻ മേഖലയിൽ നിന്ന് UDF നല്ലൊരു ആധിപത്യം വരും. വടക്കൻ ഇതില്ലേ. അതോടൊപ്പം തന്നെ LDF പാലക്കാടും തൃശ്ശൂര്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയില്, പത്തനംതിട്ട ജില്ലയില് BJPയുടെ ശക്തമായ ഒരു ആക്രമണം വരികയാണെങ്കിൽ നിലവിലുള്ള സീറ്റുകളിൽ ചിലപ്പോൾ ഒരു 65 വരെ അല്ലെങ്കിൽ ഒരു 60-65 വരെ വന്നിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു സാധ്യത. പക്ഷെ ഇതിനെയൊക്കെ ഒരു 10% സ്വാധീനിക്കും ഈ ഫലത്തെ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ കിറ്റ് കൊടുത്തപ്പോ തന്നെ ജനങ്ങളെ മനസ്സിലേക്ക് സാധാരണക്കാർ, ഇവിടെ എബോവ് 60% സാധാരണക്കാരായ വോട്ടേഴ്സാണ്. ഈ സാധാരണക്കാരായ വോട്ടേഴ്സിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഫലത്തെ സ്വാധീനിക്കും, നിശ്ചയമായിട്ട് സ്വാധീനിക്കും. അപ്പൊ ഇത് തുടരണമെങ്കിൽ LDF വരണം എന്നുള്ള ചിന്താഗതി. ഇപ്പോ ക്ഷേമ പെൻഷൻ ഇപ്പൊ ഈ മാസത്തോടുകൂടി
കേരളത്തിലുള്ള ഈ എല്ലാ ശരി. 2.5 ലക്ഷത്തോളം അതിൽ കൂടുതൽ വരുന്ന ആൾക്കാർക്കുള്ള ക്ഷേമ പെൻഷൻ കംപ്ലീറ്റ് കൊടുത്തു തീർന്നു. നയാ പൈസ കുടിശ്ശികയില്ല. ഉം. ഉണ്ടോ? ഇന്നലെയോടുകൂടി അല്ല, എല്ലാരും അക്കൗണ്ടിൽ നമ്മളെ വന്നു. നമ്മള് അതിനെ സ്വാധീനിക്കില്ലേ? എന്റെ ഇതില് ഞാൻ ഇത്രയും കാലത്തെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ളതില് ജനങ്ങളെ വോട്ട് ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങൾ നോക്കിയിട്ടല്ല. കഴിഞ്ഞ ഇടതുപക്ഷം വന്നതും അതിന്റെ മുന്നേ വന്നതും അതിന്റെ മുന്നേ പോണതും ഇതിന്റെ പിന്നിലൊക്കെ വേറെ വിഷയങ്ങളാണ്. അത്തരം കാരണം തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഒരിക്കലും ഭരണ പരിഷ്കാരങ്ങളൊന്നും ചർച്ച വരാറില്ല. ചർച്ച വരുന്നത് വേറെ വിഷയങ്ങളാണ്. അത്തരം വൈകാരിക വിഷയങ്ങൾ വൈകാരിക വിഷയം കേരളത്തിൽ സംബന്ധിച്ച് അങ്ങനെയാക്കിയ പൊതുവെ അത് വരുമ്പോ എന്താ വൈകാരികതക്കാണ് സംഭവിച്ചു കൂടുതൽ കഴിഞ്ഞാൽ പ്രാധാന്യം. നമ്മളിപ്പോ നിലമ്പൂര് ഇലക്ഷന് അറിയാന്ന് ഏത് ജമാഅത്ത് ഇസ്ലാമി, RSS ഇത്തരം വിഷയങ്ങളൊക്കെയാണ് വിഷയങ്ങൾ പറഞ്ഞിരുന്നത്. സർക്കാരിന്റെ വിഷയങ്ങളല്ലാണ്. അതോടൊപ്പം തന്നെ ഈ ചർച്ച വരെ ഇത്തരം വിഷയങ്ങളാണ്. അപ്പൊ ഈ സാമുദായിക സംഘടനകള് വികസനോന്മുഖ ചർച്ചകൾ വരുമ്പോ അത് വരില്ല. LDF ഗുണം ചെയ്യും. അല്ല, അത്തരം രീതിയിലേക്ക് വരില്ല. കാരണം നടക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പ്രധാനമന്ത്രി വികസനങ്ങൾ നടന്നു. പക്ഷെ ഇലക്ഷൻ വന്ന സമയത്ത് പാകിസ്ഥാനും ഇന്ത്യൻ ബംഗ്ലാദേശും. അപ്പോ നിങ്ങളെ ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം BJP ഒരു നിർണായക ശക്തിയായിരിക്കും. അതെ. ഫലത്തെ സ്വാധീനിക്കും. അതെ. പക്ഷേ ഇതിനെ നേരിടാൻ വേണ്ടി UDF ലീഡേഴ്സ് തമ്മിൽ തൊഴുത്തിൽ കൊട്ടായിരിക്കുമല്ലോ. ഇല്ല, അത് നമ്മളിപ്പോ UDFന്റെ എത്ര വൈമികാമന്മാരുണ്ട്. അല്ലാന്ന് VD സതീശേ കേക്ക് ഇവിടെ നമ്മളുടെ ചെന്നിത്തല ചോദ്യം എന്താ അറിയോ? ചോദ്യം എന്താണ്? നിലമ്പൂർ ഫലം സ്വാധീനിക്കുമോ അപ്പൊ ഇലക്ഷൻ? നമ്മള് നിലവില് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ചിട്ട് ഇപ്പോഴത്തെ ഇതിൽ ഇടതുപക്ഷത്തിന്റെ അഡ്വാൻറ്റേജിന്റെ നമ്മൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരുന്നു. ആ അഡ്വാൻറ്റേജിന്റെ സാധ്യത ഇത്തരം ഒരു വിഷയം വരുമ്പോ സ്വാഭാവികമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അതിൽ നമ്മള് അതിന്റെ കാരണം ഇതാണെന്ന്. ഈ ഇടതുപക്ഷം ജയിച്ച് നിൽക്കുന്ന മണ്ഡലങ്ങളിലാണ് BJP ശക്തമായിട്ട് രംഗത്ത്. ഉദാഹരണം നമ്മൾ തൃശ്ശൂർ തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ 13 ഇതില് എല്ലാ LDF നിൽക്കുന്ന മണ്ഡലങ്ങൾ പോലെ നിൽക്കുന്നത്. അവിടെയാണ് BJP അവിടെ ജയിച്ചു പോയത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ LDFന്റെ മണ്ഡലങ്ങളിലാണ് BJP ആയിട്ട് ഫൈറ്റ് വരിക. ആ ഫൈറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ UDFന് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന വോട്ടില്ലേ, വോട്ട് ചോരാതെ പിടിച്ചു നിർത്തി. ഇവിടെ നിലമ്പൂരുണ്ടായ പോലെ ഇത് അൻവർ വോട്ട് പിടിച്ചു, പക്ഷെ UDFന്റെ വോട്ടിൽ നിന്ന് കാര്യമായിട്ട് ചോർച്ച വന്നിട്ടില്ല. അപ്പൊ എന്തായി? UDFോട് ജയിച്ചു വന്നു. എന്ന് പറഞ്ഞാൽ BJP ശക്തമായി കയറി വരുമ്പോൾ പരമ്പരാഗതമായി നിൽക്കുന്ന UDFന്റെ വോട്ടുകൾ അതവിടെ പിടിച്ചു നിർത്തിയാൽ LDFന്റെ വോട്ട് ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ച പോലെ. ആലപ്പുഴ നമ്മൾ വായിച്ചത് അറിയുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ സാധ്യതയുണ്ട്. ഇപ്പോ പറയുമ്പോ അത്ര ഞാൻ ജസ്റ്റ് ചോദിച്ചു പറഞ്ഞ മാത്രം. ഓക്കെ, കറക്റ്റ്. ശരിയാണ്. ശരിയാണ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ വടകരയായിട്ട് ബന്ധമുള്ള ആളല്ലേ? അവിടെ അറിയാലോ, കണ്ണൂര് അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ കണ്ണൂരും വടകരയൊക്കെ ആലോചിച്ചറിയാലോ. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയായിരുന്നു അറിയാലോ, വോട്ടും മാറ്റം. ഇതേപോലെ ഈ ഒരു ചേഞ്ചസ് പുതിയ ഗവർണറും പുതിയ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും അവരുടെയൊക്കെ നീക്കങ്ങൾ വെച്ചിട്ട് ഒരു ത്രികോണ മത്സരത്തിനുള്ള ചാൻസുകൾ വളരെ അധികമാണെന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചായ കുടിച്ചിട്ട് അടുത്ത കഥ